പിന്നെ ചില ചോദ്യത്തിൻ്റെ ചില പുറത്ത് നിന്നിട്ടെങ്കിലും ലൈവ് വീക്ഷിക്കുന്നവരും ചിലപ്പോൾ ചിന്തിക്കും, എന്തായാലും ഉസ്താദേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അന്ന് ഇല്ലല്ലോ, അതിനി ഉസ്താദ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം അന്ന് ഇല്ലല്ലോ. ഇതല്ല ചോദ്യം. അഞ്ഞിരുന്നോളൂ, ഒരു ടെൻഷൻ ആവേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു. അതിൽ ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് അവർ പോകുമ്പോൾ സംഭവം എന്തായാലും അങ്ങനെ ഇല്ലല്ലോ എന്നൊരു ചോദ്യം. അപ്പം ഇനി അങ്ങനെ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണെന്ന് ഇപ്പോൾ അസീസ് ഉസ്താദ് പറഞ്ഞില്ലേ, പിന്നെ ഉണ്ടായത് അതായത് ബിദഅത്ത് ഹസനത്തൊക്കെ വിശദീകരിച്ച്. അപ്പം പിന്നെ അത് ഓൽക്ക് തിരിയൂലേ, ഓല് വലിയ ആൾക്കാർക്കൊക്കെ തിരിയാതെ പോയോ, സിദ്ദീഖ് തങ്ങൾക്ക് തിരിഞ്ഞില്ലേ, ഉമർ അല്ലാഹു, അത് ഭയങ്കര ചോദ്യമാണ്. അപ്പം ഈ ഉമർ റളിയല്ലാഹു അൻഹു ഈ ബിദഅത്തിൻ്റെ വിഷയത്തിൽ മൊത്തത്തിലൊരു ചോദ്യമുണ്ട്. ഞാൻ ലൈവിൽ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഇനി ഈ നിമിഷം മുതൽ ആർക്കും എപ്പോഴും തെളിവ് കൊണ്ടുവരാം. ഈ നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. ഈ ബിദഅത്ത് എന്ന് പറയുന്നത് 2 ഐറ്റം ഉണ്ടെന്ന് ഉസ്താദിൻ്റെ നേരത്തെ വിഷയാവതരണം ഒന്ന് കേൾക്കുക, ഒഴിഞ്ഞിരുന്ന് കേൾക്കുക. അതിൽ ബിദഅത്ത് ഹസനത്തുണ്ട്, ബിദഅത്ത് സയ്യിഅത്തുണ്ട്. അതിൽ ബിദഅത്ത് ഹസനത്തിന് ഒരൊറ്റ മിസാല് കൊണ്ടുവരാൻ ലോകത്ത് ഒരു വഹാബിക്ക് ഒരൊറ്റ മിസാല് കൊണ്ടുവരാൻ കഴിയുമോ? ഒരു ഉദാഹരണം, ബിദഅത്ത് ഹസനത്തിന് ഒരു ഉദാഹരണം അത് നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഈ ചോദ്യമെല്ലാം പൊന്തി വരും. ഖുർആൻ ക്രോഡീകരിച്ചത് അത് മുത്തുനബിക്ക് തിരിഞ്ഞില്ലേ, എന്തായാലും അത് തിരക്കപ്പെട്ടു പോയതായിരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്ര തിരക്കും കാര്യങ്ങളും ഈ പറയപ്പെട്ട പോലെ കുറേ പ്രശ്നങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ വല്ല തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ടാവും. തിരിഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഇവിടല്ലേ? ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമില്ലേ? എന്താണ് ചോദിക്കാത്തത്? എന്താ അവിടെ ആനത്തല പോലെ ആ ചോദ്യം വരാത്തത്? എന്തുകൊണ്ട് ചെയ്തില്ല? ഖുർആൻ ക്രോഡീകരണത്തിൽ ഈ ചോദ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ നിലനിർത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി, എന്താ അടിച്ചാപൊളി ബിദഅത്താണെന്നാ അതിനർത്ഥം. അടിപൊളി ബിദഅത്ത്, 1.5 ബിദഅത്ത്. ഇതെന്താ നമ്മൾ പറയവിടെ? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ അറിഞ്ഞില്ലേ? മുത്തുനബിക്ക് അത് മനസ്സിലാകാതെ പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊരു വിഷയങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ലൈവിൽ ആരെങ്കിലും വിചാരിക്കും അത് റസൂലുള്ളാഹി തങ്ങൾ ഒരു തവണെങ്കിലും വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഒരു തവണെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ വന്ന് നിസ്കരിച്ചതുകൊണ്ട് അതിനൊരു തെളിവുണ്ട്. തെളിവൊക്കെ പോയി. കാരണം റസൂലുള്ളാഹി തങ്ങൾ നിർത്തിവെച്ച പരിപാടിയാണത്. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് ഇനി ഒരിക്കലും വേണം നോക്കാൻ പാടില്ല. തെളിവ് ഒന്നും കൂടി കട്ടികൂടി. വേറുള്ള കാര്യത്തിൽ വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്നെങ്കിലും വെക്കായിരുന്നു. ഇത് നബി തങ്ങൾ തുടങ്ങുകയും നിർത്തിവെക്കുകയും ചെയ്തു. പിന്നെ അത് തുടങ്ങാൻ പറ്റൂല. അവിടെ നിന്ന് നിർത്തിയത് തുടങ്ങ്. അല്ല, അതിൽ കാരണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ അത് സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിദ്അത്ത് എന്ന് പറയുന്നതിൽ മുമ്പ് ഇതേ കോലത്തിൽ ഇല്ലാന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതേ കോലത്തിന് മുമ്പ് ഇല്ലാന്ന് തന്നെയല്ലേ ഈ പറഞ്ഞേ. അതിൻ്റെ കാരണമാണ്, പശ്ചാത്തലമാണ്, അതിൻ്റെ വിശദീകരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോളി, കാലം പിറകോട്ട് പോകുന്തോറും ഇത് കൂടി കൂടി വരണം, ശക്തിയിൽ വരും. ഇത് മാത്രമല്ല, ഹജ്ജിൻ്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കിക്കോളി, കൂടും. ഉംറ, അന്നത്തെ ഉംറ അല്ല ഇന്നത്തെ ഉംറ. അന്ന് എത്ര ഉംറ ചെയ്തു നിങ്ങൾ എണ്ണിക്കോളി. ഇന്ന് ഉംറ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എഴുതി, എത്ര എണ്ണം എഴുതി നോക്കി, എത്ര എണ്ണം ഉണ്ട്, എത്ര ഉംറ ചെയ്തു നോക്കി, എത്ര ഹജ്ജ് ചെയ്തു എന്ന് ഹാജിമാർ ചോദിച്ചു നോക്കി. ഇന്ന് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ശൈലി എല്ലാം മാറിക്കൊണ്ടിരിക്കുക, സ്പീഡ് കൂടിക്കൂടി വരിക. മത്താഫിൽ പുതിയ സാധനം വന്ന് ഇരുന്നിട്ടിങ്ങനെ സുഖസുന്ദരമായി സ്വിച്ചിട്ടിട്ട് അങ്ങനെ കറങ്ങാം. എത്ര ഉംറയും ചെയ്യുക സുഖസുന്ദരമായിട്ട്. അന്നത്തെ ഒരു ടെൻഷനില്ല. ആ ഉംറ ബാത്തിലാണോ? ഇതിന് മാതൃകയുണ്ടോ? ഹജ്ജുമലാണ് കളിക്കുന്നത്, മത്താഫിലാണ് കളി. പക്ഷേ ഇതൊക്കെ ബിദ്അത്തായിട്ട് ഇതാ പുതിയ പുതിയ വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നു. ഇതെല്ലാറ്റിലും മാറ്റമുള്ളതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് മാറി, സ്വാഭാവികമായിട്ട് പള്ളിയും മാറി, എല്ലാം മാറി, സെറ്റിങ്സ് ഒക്കെ മാറി, മൈക്കൊക്കെ അടിപൊളി സെറ്റപ്പായി, ലൈറ്റൊക്കെ പുതിയത് വന്ന് എല്ലാ പുതിയതും
ഖണ്ഡിച്ചല്ലെങ്കിൽ, ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ ഈ പുതുമകളെല്ലാം വരുക തന്നെ ചെയ്യും.